ജാനകി ഉണ്ടാക്കിയ കഥകൾ. എഴുതിയത് പി.വി. ഷാജികുമാർ. അവളുടെ ഭാവി ജീവിതത്തെ ബാധിക്കുന്ന സുപ്രധാനമായ ചോദ്യമാണ്. ചോദ്യമേത്? അക്ഷരം പഠിക്കാതെ നീ എന്ത് ചെയ്യും ജാനകി? അക്ഷരം പഠിക്കാതെ നീ എന്ത് ചെയ്യും ജാനകി എന്ന് ജാനകിയോട് ചോദിച്ചതാര്? മനീഷ. ഇതെന്താ മേമേ, ഗർഭിണിയായ ദോശയോ? എന്തിനെക്കുറിച്ചാണ് ജാനകി ചോദിച്ചത്? വെള്ളയപ്പം. ബാലവാടിയിലെ ടീച്ചറിൻ്റെ പേര്? പ്രീതി ടീച്ചർ. പ്രീതി ടീച്ചർ പാടാൻ പറഞ്ഞ ആംഗ്യപ്പാട്ട് ഏത്? ഒന്നാനാം കൊച്ചുതുമ്പി. ബാലവാടിയിലെ കുട്ടികളുടെ കുരുത്തക്കേടുകളിൽ നിന്ന് ദിയ എന്നെ രക്ഷിക്കും എന്ന് ജാനകി വിചാരിക്കാൻ കാരണമെന്ത്? ദിയയ്ക്ക് ജാനകിയേക്കാൾ ഉയരവും ശക്തിയും ഉള്ളതുകൊണ്ട്. മനുഷ്യരോട് മാത്രമല്ല ജീവികളോടും കരുണ കാണിക്കണമെന്ന് ജാനകിക്ക് മനസ്സിലായത് അങ്ങനെയത്രേ. എങ്ങനെ? കിണറിൻ്റെ വലയിൽ കുടുങ്ങിയ ചേരയെ അവളുടെ അച്ഛൻ രക്ഷിച്ചപ്പോൾ. അമ്പലത്തിലെ ഉത്സവത്തിന് വാങ്ങിയ ബലൂൺ തട്ടിക്കളിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടക്കുകയായിരുന്നു ജാനകി. ബലൂണിൻ്റെ നിറമെന്തായിരുന്നു? ആകാശത്തിൻ്റെ നീല നിറമായിരുന്നു ബലൂണിന്. ജാനകി 1-ാം ക്ലാസ്സിൽ ചേർന്ന LP സ്കൂളിൻ്റെ പേരെന്ത്? കീക്കാങ്കോട്ടെ LPS. തോരപ്പായസം കുടിച്ചില്ലെങ്കിൽ ആര് വന്ന് എടുത്തുകൊണ്ട് പോകും എന്നാണ് ജാനകിയോട് പറഞ്ഞത്? കൂളി. അങ്ങനെയാണ് ജാനകി കമ്മ്യൂണിസ്റ്റ് ആയത്. എങ്ങനെ? അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ ഇടാൻ കൊടുത്ത പൈസ കൊടുത്ത് പൊട്ടു വാങ്ങി വീട്ടിലെത്തി. ദൈവത്തിന് എന്തിനമ്മേ പൈസ, നിങ്ങൾക്ക് കുറി കിട്ടിയാൽ പോരെ, ഇന്നാ പിടി എന്ന് പറഞ്ഞപ്പോൾ. ഒരിക്കൽ ജാനകിയെ കാണാതെയായി. കണ്ടു കിട്ടിയത് എവിടെ നിന്നായിരുന്നു? ജാനകിയുടെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മുറിയിൽ ഷെൽഫിന് പിറകിലെ ഇടുക്കിൽ അവൾ ചുരുണ്ട് കിടക്കുകയായിരുന്നു. ജാനകി ആരോടൊപ്പമായിരുന്നു ഒളിച്ചു കളിച്ചത്? ജാനകിയോടൊപ്പം തന്നെയായിരുന്നു ഒളിച്ചു കളിച്ചത്. ജാതി ഒരു മരമല്ലേ മേമേ? ഇതിൻ്റെ ഉത്തരം എന്തായിരുന്നു മനീഷ നൽകിയത്? മരമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, തണലെങ്കിലും കിട്ടിയേനെ. ഇതങ്ങനെയല്ലല്ലോ. ജാനകി പഠിച്ച തൂലികാനാമങ്ങൾ: ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ, നന്ദനർ PC ഗോപാലൻ, ആശാൻ കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ S പരമേശ്വരൻ, തകഴി ശിവശങ്കരൻ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഏത് മാഷായിരുന്നു? മുരളി മാഷ്. അച്ഛനും അമ്മയും പാർട്ടി സമ്മേളനത്തിന് പോയിരിക്കുക, കൊല്ലരുത് എന്ന് കൈകൂപ്പി ജാനകിയോട് പറഞ്ഞത് ആര്? പാട്ടയ്ക്കരികിലെ ഉറുമ്പുകൾ. വരിയൊട്ടും തെറ്റാതെ വേഗത്തിലോടുന്ന ഉറുമ്പുകൾ മുദ്രാവാക്യം വിളിച്ചത് ഏതായിരുന്നു? വരിക സഹചരെ, സഹന സമരത്തിന് സമയമായി. ഞാൻ ഈ നായയെ സ്നേഹിച്ചോളാം അമ്മേ എന്ന് 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജാനകി സങ്കടത്തോടുകൂടി വന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു? അവൾ കറുത്തിട്ടാണെന്ന് ക്ലാസ്സിലെ കുട്ടികൾ പരിഹസിച്ചതുകൊണ്ട്. കണ്ണിനു മീതെ കിണറുള്ളവൾ എന്ന് ജാനകി വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? പെട്ടെന്ന് കരച്ചിൽ വരുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട്.